കോൺഗ്രസിനെ സംബന്ധിച്ച് വേഗത്തിൽ ചാപ്പയടിക്കാൻ ഇപ്പോൾ BJP ശ്രമിക്കുന്നതാണ്. ഇത് കോൺഗ്രസിൻ്റെ സമരമാണ്, രാഹുൽ ഗാന്ധിയുടെ സമരമാണ്, വിദേശ സമരമാണെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങളെ ഇൻ ചെയ്തതോടുകൂടി പുതിയ സാധ്യതകൾ BJPയുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. അല്ല, അത് എല്ലാ കാലത്തും കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് രാജ്യവ്യാപകമായിട്ട് ഈ സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സമരങ്ങളെയും അവരാ തരത്തിലാണല്ലോ സമീപിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തെ കുറിച്ച് ഇവർ പറഞ്ഞത്, സമരം ചെയ്യുന്ന ആളുകളുടെ വേഷം മാത്രം പരിശോധിച്ചാൽ മതി അവർ ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. കർഷക സമരം നടക്കുമ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞത് അത് ഭീകരവാദികൾ നടത്തുന്ന സമരം എന്നാണ്. അതോടൊപ്പം തന്നെ ഈ JNUവിൽ നടന്ന സമരത്തെ തുക്കുട സമരം എന്നാണ് അവർ അധിക്ഷേപിച്ചത്. അപ്പോൾ അവരുടെ ആ ചാപ്പകുത്തലൊന്നും ഈ സമരം ഏതായാലും പുറകോട്ട് പോകുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞത് ഒന്നും തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്നില്ല. അദ്ദേഹം രാജി വെക്കേണ്ടി വരും. ഇപ്പോൾ ഈ വിഷയമുണ്ടായതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് മെയ് മാസം 3-ാം തീയതിയാണ്. ഏകദേശം 80 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ 80 ദിവസം പിന്നിട്ടപ്പോൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രസ്താവന നടത്തുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ പാർലമെൻറ്റിലല്ല, NDAയുടെ പാർലമെൻറ്റ് യോഗത്തിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത്. എന്ത്? കോടതികൾ, അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 12 വർഷക്കാലം ഏകദേശം 152ഓളം വരുന്ന ചോദ്യപേപ്പറുകൾ, വ്യത്യസ്തങ്ങളായ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. 191 മനുഷ്യർ, വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായ ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ 12 വർഷക്കാലം നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇരുന്ന് നടത്തിയ പ്രസ്താവനകളുടെ ഒരു കോപ്പി പേസ്റ്റ് പ്രസ്താവന മാത്രമാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മറിച്ചൊന്നുമില്ല, ഒരു ആത്മാർത്ഥതയുമില്ല. അദ്ദേഹത്തിന് ഈ വിഷയത്തിനകത്ത് 22 വിദ്യാർത്ഥികൾ മരണപ്പെട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ദുഃഖവുമില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് പഠിക്കുന്ന, വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സങ്കടം അവർക്കറിയില്ല. അവർ നടത്തുന്ന വിദ്യാഭ്യാസം നേടുവാൻ വേണ്ടി അവർ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റാണ്, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. ആ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇന്ത്യയുടെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ ഹാജരാക്കാൻ പറ്റാത്തൊരു പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് അധികാരത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സെന്റിമെന്റ്സ് ഒന്നും ഈ സമരം നടത്തുന്ന വിദ്യാർത്ഥികളിൽ അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നത് വസ്തുതയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി വലിയ മർദ്ദനത്തിന് ഇരയാക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അവരെന്തിനാണ് അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവയ്ക്കുന്നത്? എന്തിനാണ്? ഇപ്പോൾ വരുന്ന വാർത്തകൾ ഡൽഹിയിലെ മുഴുവൻ ഇന്റർനെറ്റ് സംവിധാനങ്ങളും വിച്ഛേദിക്കുകയാണ്, എല്ലാ മെട്രോ സ്റ്റേഷനിലും അടയ്ക്കുകയാണ്, കടകൾ നേരത്തെ അടയ്ക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇന്നലെ അതിമൃഗീയമായിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിന് തന്നെ പരിക്കേൽക്കുന്ന രീതിയിലുള്ള മർദ്ദനത്തിന് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. MP-മാർ, തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ അവരെ മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? 22ഓളം വരുന്ന വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തൊരു വിഷയത്തിൽ 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയുടെ സുതാര്യത അത് ഉറപ്പുവരുത്തണം. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരു ന്യായമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറല്ല. ഇവരതിനകത്ത് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നടക്കുന്ന സമരമാണ്, അമേരിക്കയുടെ ഫണ്ടിങ്ങിന്റെ ഭാഗമായി നടക്കുന്ന സമരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ ചെറുതാക്കാനും ആ തരത്തിൽ വക്രീകരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇന്ന് ഒരു ഭാഗത്ത് രാജ്യം ഒരുമിച്ച് നിൽക്കുന്നു, മറുഭാഗത്ത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് മറുഭാഗത്ത് നിൽക്കുകയാണ്. ഈ സമരത്തിന്റെ അവസാനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുദ്രാവാക്യം അത് വിജയിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഈ രാജ്യത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രാജിവെക്കുന്നതുവരെ ഈ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. കോൺഗ്രസ് ഈ ഒരു ആദ്യഘട്ടത്തിൽ തുടങ്ങിയൊരു സമരമല്ല. കഴിഞ്ഞ ഈ വിഷയം ഉണ്ടായത് തൊട്ട് തന്നെ നിരന്തരമായി ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നിരന്തരമായി കോൺഗ്രസിൻ്റെയും NSUIയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായി സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ 28ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ വലിയ വിദ്യാർത്ഥി യുവജന സമരങ്ങൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് സമരങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗം കഴിഞ്ഞു, എല്ലാ MP-മാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോഴും ഈ സമയത്ത് പോലും സമരം നടത്തുകയാണ്. ആ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിശക്തമായ സമരം ഈ ഗവൺമെന്റ് നേരിടേണ്ടി വരും.